ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. ഇപ്പൊ രാവിലെ നമ്മുടെ അനീഷ് മേക്കപ്പ് റൂമിൽ അനുമോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്നലത്തെ വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അനുമോളോട് പറയുന്നു, ഇനി പഴയതുപോലെ ആവണം, ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കരുത്, കിച്ചണിൽ വരിക, പഴയ കണക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ പറയുന്നു. ഇന്നലെ രാത്രി പുള്ളിക്കാരത്തി ഫുഡ് കഴിക്കാതാണ് കിടന്നതെന്ന് പറയുന്നു. പുള്ളിക്കാരത്തിയുടെ പറയുന്നുണ്ട്, മാതള നാരങ്ങ ഞാൻ കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കാഞ്ഞത്. അത് മാത്രമല്ല, രാത്രി നേരത്ത് ഞാൻ അധികം ഫുഡ് കഴിക്കാറില്ല, ഫുഡ് കഴിച്ചാൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്നും അനുമോള് പറയുന്നുണ്ട്. അപ്പൊ അനീഷേട്ടൻ പറയുന്നത്, നമ്മുടെ വീട്ടിലാണേലും വഴക്കുണ്ടാകാറുണ്ട്, നമ്മൾ അന്നേരം കോംപ്രമൈസിൽ എത്താറുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ അനുമോൾ അന്നേരം പറയുന്ന ഒരു കാര്യമുണ്ട്, ചേട്ടൻ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രോബ്ലം ഇല്ല, പക്ഷെ ആദിലെ നൂറയുടെ വായിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഞാൻ പി ആറിന്റെ ബലത്തിലാണ് ഇവര് നിൽക്കുന്നതെന്ന് ഇവര് അവിടെ പറഞ്ഞു. നൂറ ഇന്നലെ പറഞ്ഞായിരുന്നു, പി ആറിന്റെ ബലത്തിലാണോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് വിഷമമായി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരിൽ നിന്ന്. നിവിനോ അക്ബറോ മറ്റും പറഞ്ഞായിരുന്നു എനിക്കൊന്നുമില്ല, പക്ഷെ ഇവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവരെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിമാരെ പോലെയാണ് കൊണ്ടു നടന്നത്. എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ എന്നെ ഇങ്ങനെയൊന്നും കുറ്റപ്പെടുത്താറില്ല എന്നൊക്കെ അനുമോള് പറയുന്നു. അങ്ങനെ രാവിലെ അനീഷ് അവരെ ഒരു കോംപ്രമൈസിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. നടക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതിലെ നൂറയൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോള് ഇന്നലെ നടന്ന വിഷയത്തെ ഇനിയിപ്പോ കുറച്ച് ദിവസവും കൂടെ ഉള്ളു, അപ്പം അത് എങ്ങനെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, ഞാൻ ആരോടും മിണ്ടാതെ ഇവിടെ കൂടിക്കോളാം, ഇനി തീരുമ്പോ എനിക്കങ്ങ് പോകാമല്ലോ എന്ന് പുള്ളിക്കാരത്തി അടുത്ത ഞായറാഴ്ച പോകുന്നുള്ള ഒരു പ്രതീക്ഷയിലൂടാണേ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങ് പൊയ്ക്കോളാം എന്നൊക്കെ പുള്ളിക്കാരത്തി ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അനീഷേട്ടൻ കുറെ നേരം സംസാരിക്കുന്നുണ്ട്, അങ്ങനെ പാടില്ല, തിരിച്ച് പിന്നെ ആക്റ്റീവ് ആവണം. പുള്ളിക്കാരത്തി പറയുന്നത്, ഞാൻ ടാസ്കുകളൊക്കെ കളിച്ച് ഇനി ഇവിടെ നിന്നോളാന്നാ പറയുന്നത്. അനീഷേട്ടൻ പറയുന്നത്, പഴയ പോലെ ആയിട്ട് അടിച്ചു പൊളിച്ച് നിൽക്കുക, നിങ്ങള് കൂട്ടുകാരാണ്, നിങ്ങളിങ്ങനെ കളിച്ച് ചിരിച്ച് മറ്റുള്ളവരെ കളിയാക്കിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു രസമുണ്ട്. അത് മാത്രമല്ല